സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ, എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം, എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം, നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. ഗുഡ് മോർണിംഗ് തൃഷ്. നീ ഇന്ന് രാവിലെ എണീറ്റോ? എവിടേക്കാടാ? സാധാരണ നീ രാവിലെ എണീക്കാറില്ലല്ലോ. ഓ, ഇതിപ്പോൾ ഞാൻ എണീറ്റാനാണോ കുറ്റം? ഞാനിവിടെ അല്ലെങ്കിൽ എന്ത് ചെയ്താലും കുറ്റമാണല്ലോ. വീട്ടിൽ നിന്നാലും ഇങ്ങനെ തന്നെ അവസ്ഥ, ഇവിടെ നിന്നാലും ഇങ്ങനെ തന്നെ അവസ്ഥ. അല്ല, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് തള്ളിക്കയറി വന്നേ? അച്ഛൻ്റെ അമ്മയുടെ സഹതാപം പിടിച്ചു പറ്റാനാണെങ്കിൽ മോനെ തൃശ്ശൂലേ അതിവിടെ ഏക്കത്തില്ല. ഞാനൊരു കാര്യം പറയാമല്ലോ, എൻ്റെ പപ്പയും അമ്മ ആയതുകൊണ്ട് പറയല്ല. അവർ നിന്റെ അച്ഛൻ എന്ത് വിളിച്ചു പറയുന്നു അതുപോലെ വിഴുങ്ങുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നീ അതിനാണ് രാവിലെ എണീച്ച് പൗഡർ ഇട്ട് കുട്ടപ്പനായിട്ട് നിൽക്കുന്നതെങ്കിൽ ആ പതപ്പ് ഇവിടെ പതയത്തില്ല കേട്ടോ. ഇന്നലെ രാത്രി നീ എവിടെയാ പോയെന്ന് കറക്റ്റ് അച്ഛനും അമ്മയ്ക്ക് മറുപടി കൊടുത്തേ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് നിനക്ക് എന്നോടെങ്കിലും പറഞ്ഞിട്ട് പോവായിരുന്നു. ഷെടാ, ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഞാൻ എവിടെ പോകുന്നതെന്ന് എല്ലാവരോടും പറഞ്ഞു നടക്കാനായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പോലും അവകാശമില്ലേ? കുറേ ആയി സഹിക്കാൻ തുടങ്ങിയിട്ടു.
അതെ, ഞാൻ എവിടെ പോയാലും വീട്ടിൽ തന്നെ തിരിച്ചു വന്നല്ലോ. അതങ്ങ് അച്ഛനോട് പറഞ്ഞാലെന്താ? ഇനി എന്നെ വിളിച്ച് ചോദ്യമായി വിസ്താരമായി എല്ലാം അറിഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽസ് തെളിവും സഹിതം കിട്ടിയാലേ നിൻ്റെ പപ്പയും അമ്മയും അങ്ങോട്ട് എഴുന്നള്ളിക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. അല്ലെങ്കിലും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ ഗതികേട്. നീ കോളേജ് വരുന്നില്ലേ? ആടാ ഗതികേട് തന്നെയാ. എൻ്റെ കൂടെ പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കള്ളവാശിയും കാണിച്ച് നാട്ടിലും വീട്ടിലും ഒക്കെ നുണയും പറഞ്ഞ് ഇവിടെ കയറി ഇവിടെ വന്ന് നിന്ന് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഈ ഇടയ്ക്കിടയ്ക്ക് രാത്രി കാണാതാവുന്നതേ എനിക്കറിയാം നീ എവിടെ പോകുന്നതെന്ന്. പബ്ബിലും കഞ്ചാവും കടലാസും ഒക്കെ അടിച്ച് പിടിച്ച് പിരിഞ്ഞ് ചെമ്പിരിയായിട്ട് നടക്കുന്നേ പോരാ, അതിനൊക്കെ കൂട്ടിയിരിക്കുന്ന എന്നെ ലാസ്റ്റ് നീ മറക്കുകയും ചെയ്യും. അവസരവാദി. അല്ലെങ്കിൽ എനിക്ക് നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാടാ. പണ്ട് മുതലേ നിനക്ക് എന്നോട് ഇത്തിരി താല്പര്യം കുറവാ. ഒന്നുമില്ലെങ്കിലും ഞാൻ മാത്രമല്ലേടാ നിനക്കൊരു സിസ്റ്റർ ആയിട്ടുള്ളൂ. എൻ്റെ പൊന്ന് ശ്രീകുട്ടി, ഞാൻ നിന്നെ മറന്നിട്ടൊന്നും അല്ല, അവസരവാദി ആയതും അല്ല. ഞാനിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും എപ്പോഴും എവിടെ പോയ, എന്തിനാ പോയ, ആരെ കാണാൻ പോയതാ, എന്താവശ്യത്തിന് പോയതാ, ഇങ്ങനെയൊക്കെ കിള്ളി ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരത്തില്ല. നീ തന്നെ പറ. ഞാൻ വല്ല പെങ്കുച്ചുവാണെങ്കിൽ കുഴപ്പമില്ല, നിന്നെ പോലെ. അറ്റ്ലീസ്റ്റ് ഞാനൊരു ആണാണെന്നുള്ള പരിഗണനയിൽ എനിക്ക് തന്നൂടെ? അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം ഇല്ലാണ്ട് പോകത്തില്ല എന്ന് നിനക്കറിയാമല്ലോ. ഇന്നലെ നമ്മൾ മറ്റേ അവനില്ലേ കിരൺ, നമ്മളിവിടെ പഠിക്കുന്ന, അവൻ്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അവന്മാരെന്നെ വിളിച്ചതാ, നിന്നെയും കൊണ്ട് എല്ലാം പറഞ്ഞതാ. പിന്നെ രാത്രി ആയതുകൊണ്ട് ഇവിടെ കലിപ്പാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാതെ ഞാൻ മാത്രമായിട്ട് പോയത്. അതും അവന്മാർ അത്രയും ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ പോയത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു. എന്റെ പൊന്ന് തൃശ്ശൂലേ, നീ കാണിക്കാനുള്ളതെല്ലാം കാണിച്ചിട്ട് ഇപ്പൊ കിടന്ന് ന്യായീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ബർത്ത്ഡേ പാർട്ടിക്കല്ലേ പോയേ, അല്ലാതെ കള്ളക്കടത്തിനോ മോഷണത്തിനോ അല്ലല്ലോ. അറ്റ്ലീസ്റ്റ് നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നല്ലോ. എനിക്ക് അറിഞ്ഞൂടെ, ഇന്നലെ ഇവിടെ പുകിലായിരുന്നു. പപ്പയുടെ മമ്മിയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാന്നുള്ളതാണല്ലോ. ഇച്ചിരി മതി ആളെ കത്തിക്കാനായിട്ട്. അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വിഷ്ണു അങ്കിൾ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കഷ്ടകാലത്തിന് പപ്പയെ കിട്ടാത്തതുകൊണ്ട് വിഷ്ണു അങ്കിൾ മമ്മീനെയാണ് വിളിച്ചത്. പിന്നെ ഇവിടെ ചെവി കേൾക്കാൻ മേലായിരുന്നു. ചെറുക്കനെ പിടിച്ചു നിർത്തിയാ നോക്കാൻ അറിയത്തില്ല, ആനയാ ചേനയാ, നിങ്ങളെ വിശ്വസിച്ചാ വിട്ടത്, തേങ്ങ മാങ്ങ എന്നും പറഞ്ഞുകൊണ്ട്. വിഷ്ണു അങ്കിൾ പപ്പയുടെ ഫ്രണ്ടല്ല, മമ്മിയുടെ ഫ്രണ്ടാ. നിനക്ക് നന്നായിട്ട് അറിയാം അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ. കുഞ്ഞിലെ തുടങ്ങിയതാ തേങ്ങ മാങ്ങയെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ രാമുവിൻ്റെ കാലത്തുള്ള പഴഞ്ചൻ കഥ വരെ ഇവിടെ വിളമ്പാൻ തുടങ്ങി. എല്ലാസ്റ്റ് ഗതി കെട്ടി ഞാൻ റൂമിൽ കയറി വന്ന് നിന്നെ ഒരു 10,000 പ്രാവശ്യം വിളിച്ചു. കിരണിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നീ ഏതടുപ്പിനകത്താടാ പോയിരുന്നേ? ഏതെങ്കിലും കാട്ടിനകത്തും വല്ലോ ആണോ? വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ഏറ്റവും ലാസ്റ്റ് പപ്പ എൻ്റെ കാല് പിടിച്ചിട്ട് വന്നിട്ട് പറഞ്ഞ് അവൻ വന്നു എന്ന് പറ, പോയി കിടന്നു എന്ന് പറ, തലവേദനയാന്ന് പറ, ആനയാ ചേനയാ. പിന്നെ ഞാൻ പോയി ഒരു ലോഡ് കള്ളം പറഞ്ഞപ്പോഴാണ് മമ്മിയുടെ തിരുവാന്ന് അടച്ചു വെച്ചത്. നിനക്കിതൊന്നും അറിയണ്ട, എല്ലാം കൂടെ എൻ്റെ തലയിൽ തള്ളിയിട്ട് അങ്ങ് ഇറങ്ങി പോയാൽ മതിയല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്നോടോ പപ്പയോടെങ്കിലും പറഞ്ഞിട്ട് പോകണം, കേട്ടോ? യാ, ഓഫ് കോഴ്സ്. എൻ്റെ തെറ്റ് ഞാൻ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്നു. പതിവ്രതയായ അനിയത്തി പോരെ. ഇനി ഞാൻ പോകുമ്പോൾ നിന്നോട് പറഞ്ഞിട്ട് പോവാം. തീർന്നല്ലോ. അവരുടെ വാടപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ വാ. അല്ല, നീ ഈ കോളേജിൽ തന്നെയാണോ വരുന്നേ? ആ അതെ, ഈ കോളേജിലായിരുന്നേ. എന്താ, വല്ല കുഴപ്പമുണ്ടോ? ദൈവമേ, വല്ല കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഇവളിനി ഇത് മാറ്റാൻ 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്ത് മുടിയും. എന്തായാലും വെയിറ്റ് ചെയ്തേണ്ടി വരും. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. എൻ്റെ അമ്മ എന്തൊരു ക്യൂട്ടാ. നീ വാ നമുക്ക് പോവാം, പെട്ടെന്ന് പോവാം. ആ ദേ വന്നല്ലോ ബോബന് മോളി. ദേ ചെറുക്കാൻ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോകണമെന്ന്. എൻ്റെ മോനാണെങ്കിൽ നീ ഏത് അടുപ്പിനകത്ത് പോയാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാനങ്ങ് സമാധാനിക്കും. വിഷ്ണുവിനാണെങ്കിൽ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നിന്റെ തന്തയ്ക്ക്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇങ്ങേരോട് നോക്കാൻ പറഞ്ഞാൽ നോക്കത്തൂല്ല. പുളുന്താ പിടിച്ച മനുഷ്യൻ. എൻ്റെ പൊന്നാൻറ്റി സമാധാനപ്പെടും. ഞാൻ ജസ്റ്റ് ഞങ്ങളിവിടെ പഠിക്കുന്ന കിരണിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാ. എവളെയും കൊണ്ട് ചെല്ലാനാ പറഞ്ഞത്. പിന്നെ എവളെ വിടുന്ന കാര്യം ഞാൻ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ അപ്പുറമായിരിക്കും ഇവിടുത്തെ അവസ്ഥയെന്ന് എനിക്കറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോയത്. സത്യം പറയാലോ അങ്കിളെ, അവന്മാർ അത്രയും നിർബന്ധിച്ചതും വെളിയിൽ വന്ന് നമ്മാതിരി ബഹളമായിരുന്നു. ഇല്ലായിരുന്നു ഞാൻ പോകത്തില്ലായിരുന്നു. ഉറങ്ങാൻ കയറിയ ഞാനാ ഇറങ്ങിപ്പോയത് ലാസ്റ്റ്. എനിക്ക് ഏത് നേരത്താണാവോ പോകാൻ തോന്നിയത്. പിന്നെ പോയ സ്ഥലത്താണെങ്കിൽ മൊത്തം റേഞ്ചില്ലായിരുന്നു. ആര് വിളിച്ചാലും ഔട്ട് ഓഫ് കവറേജ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലാസ്റ്റ് രാവിലെ അമ്മയെ വിളിച്ചപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. അച്ഛനെ ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ കിടന്ന് 2 പേരും കൂടെ കിരിയുമ്പോൾ പോയിട്ട് അടിച്ച് തല്ലി പിരിയാതിരുന്നാൽ മാത്രം മതി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, ഇത് നല്ല കൂത്ത്. അതിന് ആര് തല്ലി ആര് പിരിഞ്ഞു? ഇതെല്ലാം ചെയ്യുന്ന അവൾ ഒറ്റയ്ക്കാ. ഞാനിവിടെ വായ തുറന്നിട്ടില്ല. അല്ലടാ, നിങ്ങൾ കഴിക്കുന്നില്ലേ? മനുഷ്യ ഒറ്റയ്ക്ക് നിങ്ങളുടെ മറ്റോള്. എടാ കഴിക്കുന്നില്ല തൃശ്ശൂലേ. ഇത് വിളിച്ചോണ്ട് പോകുന്ന അവളെ മണ്ട വേണം ആദ്യം അടിച്ച് പൊട്ടിക്കാൻ. ഓ നീ എന്നെ വിട്ടേ.
എന്റെ പൊന്നു മമ്മി, ഞാനല്ല അവനെ വിളിച്ചോണ്ട് വന്ന, അവനെ എന്നെ പിടിച്ചു വിളിച്ചോണ്ട് പോന്നെ. കാര്യം അറിയാതെ മമ്മി എടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞോണ്ട് എന്റെ മെക്കെട്ട് കയറരുതെന്ന്. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ഇനി 2 മാസം വെറുതെ ഇവിടെ തന്നെ കുത്തിയിരിക്കാൻ പോന്നെ, ലീവാ. അന്നേരം നിങ്ങൾ മുടിപ്പിച്ച് തിന്നോളാം, പോരെ? ഇനി എന്നെ പിടിച്ചോ, പോവാ. പറട്ടെ പോവാ. തള്ളയുടെ മോളി തന്നെ. എന്തുവാ, എന്തായാലും പറഞ്ഞായിരുന്നോ? എന്താണോ നിക്കുവാ? ജോലിക്കൊന്നും പോകുന്നില്ലേ? കേറി നിൽക്കും അങ്ങോട്ട്. വായിരിക്കണം, തൊണ്ടടമായിരിക്കണം. എന്ത് പെണ്ണുപിള്ള നിങ്ങൾക്ക്? അത് പെണ്ണുപിള്ള, അത് മാഡം, അത് മിസ്റ്റേക്ക്ലി സ്ലിപ്ഡ് ഫ്രം മൈ ടങ്, സോറി. ഔട്ട്, ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്. പഠിക്കാൻ പറ്റില്ലെങ്കിൽ ക്ലാസ്സിൽ വരണമെന്നില്ല. They are not forcing you, okay? Get out. Oh, really? Thank you. You idiot. Get out from here. ഓ, ഒന്ന് അടങ്ങുതള്ളേ, ഞാൻ ഇറങ്ങി പോവല്ലേ. ഇത് എന്തൊരു കഷ്ടനാശം. വേഗം ഇരുന്നു. ഞാൻ പോണ്, ചാവണ്ട. Idiot. Guys, listen here. ഒരു പ്രഹസനം കണ്ടാ തോന്നും ഞാൻ അവരുടെ എന്തോ സാധനം മോട്ടിച്ചെടുത്ത് വച്ചേക്കുവാന്ന്. പാരട്ടെ തള്ള. അവരുടെ മുടിഞ്ഞ ഇംഗ്ലീഷുകാരനെ എനിക്ക് കോപ്പൊന്നും മനസ്സിലാവാത്ത. ആരോട് പറയാൻ, ആര് കേക്ക്? അപ്പൂപ്പൻ്റെ ആഗ്രഹം അച്ഛൻ്റെ ആഗ്രഹമെന്നും പറഞ്ഞുകൊണ്ട് ഉന്തി തള്ളി ഇങ്ങ് വിടും. ഡോക്ടറാക്കാനാ തേങ്ങയാക്കാനെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ വീട്ടിൽ എന്ത് വന്നാലും ബലിയാടാവാനായിട്ട് ഞാൻ ഒരുത്തുണ്ടല്ലോ, ഇടയ്ക്കെന്നും പറഞ്ഞു നടുകഷ്ണം. എനിക്കിത് തന്നെ വേണം. ആശുവിൻ്റെ അടുത്ത് പറഞ്ഞതാ സയൻസ് എടുക്കാൻ. അവന് കോഞ്ഞ ബുദ്ധിയല്ലേ, അവൻ മനഃപൂർവ്വം കൊമേഴ്സ് എടുത്തിട്ട് അവനാ ഇപ്പം കമ്പനി നോക്കുന്നത്. ഞാനിവിടെ കിടന്ന് അറിഞ്ഞൂടാത്ത അക്ഷരങ്ങളൊക്കെ നക്ഷത്രം എണ്ണും പോലെ എണ്ണിക്കൊണ്ടിരിക്കുക. നേരെ ജീവ ഒരു സിറിഞ്ച് പോലും പിടിക്കാറുണ്ടൂടാ. ഞാൻ ഡോക്ടറായിട്ട് ആരെ കൊല്ലാനാണാവോ എന്തോ. തൽക്കാലം നീ ആരെയും കൊല്ലുകയൊന്നും വേണ്ട, കൊല്ലപ്പെടാൻ പോകുന്നവരെ രക്ഷിച്ചാ മതി. ആഹാ, ഇതാര്? ദ്വാരപാലകനോ? എന്താണ് കൃഷ്ണ അടിയന്റെ അടുത്തേക്ക്? അടിയന്റെ സഹായം വല്ലതും? പ്രത്യേകിച്ച് പറയത്തക്ക സഹായം ഒന്നും വേണ്ട. അടിയൻ ഇന്ന് നാട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അല്ല, അടുത്ത 2 മാസം എക്സാം കഴിഞ്ഞതുകൊണ്ട് എന്തായാലും ലീവാണ്. ഈ പ്രാക്ടിക്കലിന്റെ ബഹളമാണല്ലോ ഇവിടെ ക്ലാസ്സിൽ കണ്ടത്. പിന്നെ നമ്മളെ പിന്നെ ഫസ്റ്റ് പീരീഡിൽ അടിച്ചിറക്കിയത് കൊണ്ട് പുറത്ത് തന്നെ കാത്ത് നിൽക്കുമായിരുന്നു. എന്താ പ്ലാൻ? നാട്ടിലോട്ട് പോവാണോ അതോ എൻ്റെ വീട്ടിലോട്ട് പോരുന്നുണ്ടോ? എൻ്റെ പൊന്നു ദ്വാരപാലക, ആ പരിപാടി ഇപ്രാവശ്യം നടക്കത്തില്ല. ഞാനിവിടെ വന്നിട്ട് 3 വർഷമായി. ഇതുവരെ 2 പ്രാവശ്യം അല്ലാതെ ഇതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ കാല് കുത്തിയിട്ടില്ല. അതിൻ്റെ റീസൺ ഞാൻ നിൻ്റെ അടുത്ത് പറയണ്ടല്ലോ. ആ ഒറ്റൊരു റീസൺ കൊണ്ടാണ് അവരെന്നോട് ഡോക്ടറേറ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയത്. ഇനിയും ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ കുടുംബസ്വത്ത് പിരിക്കുമ്പോൾ ഒരു 5 രൂപ പോലും തരത്തില്ലെന്ന് അച്ഛൻ്റെ ഓർഡർ. അതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അപ്പം എനിക്കൊന്നും തരത്തില്ലടാ, ഉറപ്പാണ്. ഇപ്രാവശ്യം എന്തായാലും വീട്ടിൽ ചെന്നേക്കണമെന്ന് അപ്പം പറഞ്ഞേക്കുന്നേ. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും എനിക്ക് വീട്ടിൽ പോകണം മോനെ, ഇല്ലെങ്കിൽ കലിപ്പാവും. എന്നെ തിരക്കി ഇവിടെ വരും, ഇല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി ഇങ്ങോട്ട് ആളെ അയക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആളെ അയക്കുമെന്ന് കേട്ടാലേ എനിക്കറിയാം എൻ്റെ അപ്പൻ ആരെ അയക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ ആൾ എഴുന്നള്ളി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ, ആ പൂച്ച മോന്ത കാണുന്നതിന് മുമ്പേ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതാണ് നല്ലത് ദ്വാരപാലക. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ രാത്രിത്തെ ബസ്സിന് എന്നെ പോകും. ഈ പറഞ്ഞ ഞാൻ അമ്മയോട് പറഞ്ഞോളാം. അമ്മ ചോദിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ നീ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം എനിക്ക് ഉറപ്പായിരുന്നു മോനെ, നീ ഇപ്രാവശ്യം നാട്ടിലോട്ടാ പോകുന്നതെന്ന്. എത്രയെന്നും പറഞ്ഞുകൊണ്ടാണ് നീ എൻ്റെ വീട്ടിൽ വരുന്നത്. എനിക്കും എൻ്റെ അമ്മയ്ക്കും കുഴപ്പമില്ലെങ്കിലും നിന്റെ വീട്ടുകാർ നിന്നെ കാണാതെ ഇങ്ങനെ അധികം ഇരിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒന്നീ ഋഷിയേട്ടൻ വരും, ഇല്ലെങ്കിൽ നിന്റെ അനിയൻ ഇഗാഷ് ഇവിടെ പ്ലെയിൻ പിടിച്ചു വരും. അത് ഉറപ്പാ. പൊന്നു മോനെ, ബാംഗ്ലൂർ എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് അങ്ങ് അന്റാർട്ടിക്കയിലൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അവരിവിടെ ഓടിയെത്തും. അത് നിനക്കറിയാന്നുള്ള കാര്യവും തന്നെയാണ്. പക്ഷേ ഇഗാഷ് വരുന്നതല്ല നിന്റെ പ്രശ്നമെന്ന് എനിക്കറിയാം. അവൻ വന്നാൽ നീ അവനെയും കൊണ്ട് ഇവിടെ നിന്ന് കറങ്ങാൻ പോയിട്ട് വീട്ടിൽ പോകത്തുള്ളൂ എന്ന് എനിക്കറിയാം. ഋഷി വരുന്നതാണ് നിന്റെ പ്രശ്നമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നീ കിടന്ന് വെപ്രാളം കാണിക്കുന്നതെന്നും എനിക്കറിയാം.
എന്തിനാടാ വെറുതെ? നീ നാളെ ഇനി അങ്ങോട്ട് ചെന്നാലും അവന്റെ മുഖത്ത് തന്നെയല്ലേ ആദ്യം നോക്കേണ്ടത്. നീ അവൻ്റെ പേരൊന്നും ഇവിടെ പറഞ്ഞേക്കില്ലേ? ഹോ, അവൻ്റെ പേര് കേൾക്കുമ്പോഴേ എനിക്ക് ആ ഭദ്രകളി പ്രൊഫസറിനെ ഓർമ്മ വരുന്നത് ക്ലാസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ ഒറ്റൊരുത്തം കാരണം ഈ പെണ്ണുമ്പിള്ളേരെ ഇംഗ്ലീഷിലെ ചീത്ത മുഴുവൻ ഞാൻ കേൾക്കുന്നത്. ഇഡിയറ്റ് ഇഡിയറ്റ് ഇഡിയറ്റ്, അവരെ മറ്റവനെ ഇഡിയറ്റ് 24 മണിക്കൂർ. എനിക്ക് ഗതി വരുത്തി എല്ലാം വരാം. അതെ, എനിക്ക് നന്നായിട്ടറിയാം ഞാൻ നാളെ അവിടെ ചെല്ലുമ്പം അവനെ ഫേസ് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും പ്രിപ്പേർഡായിട്ടാണ് നിൽക്കുന്നത് എല്ലാത്തിനും. ഈ കഴിഞ്ഞ 2 പ്രാവശ്യം പോയതും അങ്ങനെ തന്നെയാണ്. അറിവില്ലാത്ത പ്രായത്തിൽ തോന്നിയതാ കൊച്ച ആനയാ ചേനയാ. അവനങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. മറ്റുള്ളവർക്കല്ലേ മറ്റുള്ളവർ വിഷമം അറിയാം. നീ വരുന്ന ഹോസ്റ്റലിലോട്ട് പാക്ക് ചെയ്യണ്ടേ? നിനക്ക് നാളെ പോകണ്ടേ? പിന്നെ പേക്ക് ചെയ്യണം. ഇനി 2 മാസം വീട്ടില്. അമ്മയ്ക്കും എനിക്കിവിടെ ഒരുപാട് പ്ലാൻ ഉണ്ടടാ. കുറേ സ്ഥലത്ത് പോകണം. പ്രത്യേകിച്ചും അമ്മ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അമ്പലങ്ങളുടെ. കയറി ഇറങ്ങാനുള്ളതാ. നീ അവിടെ മടുക്കുവാണെങ്കിൽ 1 മാസം കഴിയുമ്പോൾ ഇങ്ങ് വന്നേര്, നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. എന്നാലും നീ എങ്ങനെയാണ് അവൻ്റെ മുമ്പ് കൂടെ പയറ് പോലെ നാളെ കയറി ചെല്ലാൻ പോകുന്നേ? ഞാനങ്ങനാണെങ്കിൽ തലയിൽ കൂടെ മുണ്ടിട്ട് നടന്നേനെ. എൻ്റെ അമ്മ ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ പൊന്നു ദ്വാരപാലക, നീ ഹംസനിട്ട് കുത്തിയാൽ മതി. ഈ പാവം ചൈതൂനിട്ട് കുത്താൻ വരല്ലേ? മോൻ വാ, നമുക്ക് പാക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്നാ ഇവൻ എൻ്റെ ഉള്ള കോൺഫിഡൻസ് കൂടെ കളയും. വാടാ. അതെ സാഗർ, തൻ്റെ 2 കമ്പനിയുടെയും മുതലാളിമാർ ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ മാത്രമാണ് ആകെപ്പാടെ സപ്പോർട്ടീവായിട്ട് ഇവിടെ ഉള്ളത്. ബാക്കി എല്ലാവരെയും സ്വഭാവം ഞാൻ പറയണ്ടല്ലോ. ഒരു 5 മിനിറ്റ് വൈകിയ അതൊരു റീസണായിട്ട് ഈ പ്രോജക്റ്റ് അങ്ങ് കളഞ്ഞേക്കും. അതുകൊണ്ട് അതിനുള്ള ഇടവരുത്താതെ അവരോട് പെട്ടെന്ന് വരാൻ പറ. താനൊന്ന് വിളിച്ചു നോക്കുന്ന എന്തായാലും നല്ലതായിരിക്കും. ഇപ്രാവശ്യം ഇനി തല്ലുപടിയൊക്കെ അങ്ങ് അകത്തി വെച്ച് തന്നെ മതിയെന്ന് പറ, പുറത്തൊന്നും വേണ്ടാന്ന് പറ. കിട്ടുന്ന ആരാണോ അയാളോട് ഹാപ്പി ആയിട്ട് പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ട് പോകാൻ നോക്കാൻ പറ. ഞാനേതായാലും അകത്ത് കാണും. ബാക്കിയുള്ളവരൊക്കെ അവിടെ വെയിറ്റിംഗാണ്. ഇനി അധികം മുഷി പഠിപ്പിക്കാതെ പെട്ടെന്ന് വിളിക്കാൻ നോക്കും. ഓക്കെ മാഡം. അല്ല മാഡം, ഞാൻ വിളിച്ചു. അവർ ഓൺ ദ വേ ആണ്, ഇപ്പം എത്തുമെന്ന് പറഞ്ഞു. ഇപ്പം എത്തും മാഡം. മാഡം പൊക്കോ, അവർ വരുമ്പോൾ ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നോളാം. ആകപ്പാടെ സപ്പോർട്ടുള്ള ഇവരെ സപ്പോർട്ടും കൂടെ പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാ? ഇവിടെ വന്നിട്ട് ഇനി 2ഉം കൂടെ എന്താ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. 2ഉമല്ല, വിഷ്ണു സാറല്ലേ എല്ലാം തുടങ്ങി വെക്കുന്നത്. ഈ സാറത് ഇവിടെ പോയി കിടക്കുന്നു. Stone cold killer, certified fresh bitch, ain't nobody realer. Slow mo when I enter, only feel God and the man in the mirror. I see the devil looking back, on another level where you at. ചെറുക്കാ, ഇവിടെ എവിടെ ഈ തള്ളി പിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് പോകുന്നേ? അവിടെ നിക്കി. ആ സാഗറിനെ കാണാനില്ലല്ലോ. അവ സാഗറെ ഇങ്ങ് വാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാതെ നിൽക്കുന്നിടത്തുനിന്ന് അടങ്ങരുതെന്ന്. ഒരു ഓട്ടം. എടോ മറ്റോ വന്നാ? ഗുഡ് മോർണിംഗ് ത്രിലോ. ഗുഡ് മോർണിംഗ് വിഷ്ണു സാർ. എൻ്റെ പൊന്നു സാറേ, സാർ ഇപ്പോഴെങ്കിലും വന്നല്ലോ. പുള്ളിക്കാരൻ വന്നിട്ടൊന്നുമില്ല. 5 മിനിറ്റ് ലേറ്റ് ആവുമെന്ന് അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സാറാണെങ്കിൽ ഒരു കോൾ പോലും ചെയ്തിട്ടില്ല. ഏതായാലും സാർ അയാളൊക്കെ നേരത്തെ വന്നേക്കുന്നത്. സാർ വാ, നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോഴത്തേന് അങ്ങേരെത്തും. ഗുഡ് മോർണിംഗ് സാഗർ. സാഗറെ, സണ്ണി വന്നായിരുന്നോ? സണ്ണി വന്നിട്ടുണ്ട്. ഞാൻ കോൺഫറൻസ് റൂമിലോട്ട് കയറ്റിയിട്ടില്ല. നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഒപ്പം കയറ്റാമെന്ന് വിചാരിച്ചു. അല്ല, നിങ്ങളുടെ കമ്പനി റെപ്രസെൻ്റ് ചെയ്തിട്ട് ഇറങ്ങുന്ന ആളല്ലേ സണ്ണി. അപ്പോൾ നിങ്ങൾ വന്നിട്ട് കയറ്റാമെന്ന് വിചാരിച്ച് മാറ്റി നിർത്തിക്കുക. നിങ്ങൾ വാ, അവനെ കൂടെ കയറ്റിക്കൊണ്ട് നമുക്ക് അകത്ത് കയറാം. എന്നാ വാ, നടക്ക്. നടക്കുക. അച്ഛാ, ഞാൻ കുറച്ച് കാര്യങ്ങൾ അച്ഛനോട് വീട്ടിൽ നിന്ന് പറഞ്ഞായിരുന്നു. അച്ഛൻ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അച്ഛൻ ആവശ്യമില്ലാതെ ആരെയും പ്രൊവോക്ക് ചെയ്യാൻ പോരുത്. അച്ഛൻ്റെ കാര്യം നോക്കി മിണ്ടാതിരിക്കണം. എന്തായാലും ഉറപ്പാ ഈ പ്രോജക്റ്റ് നമുക്ക് തന്നെയാ. അത് ഓർത്തച്ഛൻ പേടിക്കണ്ട. എടാ, നീ അല്ല എൻ്റെ തന്ത, ഞാനാ നിന്റെ തന്ത. നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടാ. പിന്നെ നിന്റെ മറ്റവന്റെ ഉപദേശം കേട്ടിട്ട് വന്നിട്ടാണ് നീ അവന്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഓടിച്ച് നിന്റെ അണപ്പല്ലേ ഞാൻ താഴെ ഇടും. ഞാൻ പറയും, നീ കേൾക്കും. വാ അങ്ങോട്ട്. അവൻ്റെ ഒരു ഉപദേശം ആരോട് പറയാം, ആര് കേൾക്കാൻ? സാഗറെ, അവരാരൊക്കെ അവിടെ നിന്ന് വരുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഐ തിങ്ക് റോയ് സാറും ഋഷി ആയിരിക്കും. വേറെ ആരും വരാൻ ചാൻസ് ഇല്ല. ഐ മീൻ
ഇക്കാഷ് മിക്കവാറും കമ്പനിയിലായിരിക്കും. കമ്പനി കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ തലയിലായതുകൊണ്ട് ഈ മീറ്റിങ്ങിന് റോയ് സാർ വരാനാണ് ചാൻസ് കൂടുതൽ. ഓ അപ്പോൾ ഒന്നിനും ഒരു ഉറപ്പില്ലല്ലേ? ആരായാലും പേടിക്കണം. അല്ലെങ്കിൽ അച്ഛൻ കൊട്ടുന്ന കൊട്ടിനെല്ലാം അടി മുഴുവൻ എൻ്റെ കൂനയുടെ മണ്ടയിലാണല്ലോ. വാ നടക്ക്. ഒരു തന്ത കാരണം ഒരു മോൻ എന്തെല്ലാം അനുഭവിക്കണം പാവം. അപ്പാ ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നു. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കും? പ്രശ്നം ഇല്ലെങ്കിൽ തന്നെ ഇനി പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു മുതൽ ഇവിടെ വന്ന് ഇരിപ്പുണ്ടായിരിക്കുമല്ലോ നേരത്തെ. അവ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടാൻ പോകുന്നെന്ന് ആലോചിച്ചിട്ട് എന്റെ ടെൻഷൻ മുഴുവൻ. ആലോചിച്ചിട്ടൊരു എത്ത് പിടിയും കിട്ടുന്നില്ല. മനുഷ്യന് കൈയും കാലും വിറയ്ക്കുക. ഋഷി ഇക്കാഷ് ചെറുക്കൻ കമ്പനി തന്നെ ഇല്ലേ? നീ അവനെ വിളിച്ചായിരുന്നു വരാൻ നേരത്ത്? നിലവിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് വിളിച്ചപ്പോ അവ ഓഫീസിലുണ്ടെന്നാ പറഞ്ഞേ. ഇനി അവ അവിടെ നിന്ന് ഇറങ്ങിയോ വേറെ എവിടെയെങ്കിലും പോയോന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങോട്ട് വരാൻ നേരത്ത് കാറിൽ നിന്ന് വിളിച്ചപ്പോഴും അവ ഓഫീസിലാന്നാ പറഞ്ഞേ. നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്റെ കുറ്റമല്ലേ അപ്പ? ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. നീയൊക്കെ അവസാന നിമിഷം കൊണ്ടിട്ട് കല ഉടയ്ക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ ചെറുക്ക് ഈ വഴിക്കൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. അവൻ വന്നു കഴിഞ്ഞാ വള്ളിക്കെട്ട് ഉറപ്പാ. നീ വാ, ഇപ്പൊ തന്നെ നമ്മൾ 10 മിനിറ്റ് ലേറ്റ്. വിളിച്ചു പറഞ്ഞുകൊണ്ട് വലിയ സീൻ കാണത്തില്ല. എന്തായാലും അവരെ മുമ്പ് പോയി തലവണിച്ച് നിൽക്കാനുള്ളതല്ലേ. ഇപ്രാവശ്യം വിഷ്ണു തന്നെ സ്കോർ ചെയ്യും, ഉറപ്പാ. നീ വാ. ഓക്കെ ഫൈൻ. രണ്ടു കൂട്ടരും വന്ന സ്ഥിതിക്ക് നമ്മൾ പറയാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാ പ്രാവശ്യവും ഗവൺമെൻറ് വഴി കിട്ടുന്ന പ്രോജക്റ്റ് അത് നമ്മുടെ അക്കാഡമി വഴി ഏത് കമ്പനിയാണോ ബോട്ട്സിൻ ചെയ്ത് ജയിക്കുന്നത് ആ കമ്പനിക്കാണ് വിട്ടുതരുന്നത്. ഇപ്രാവശ്യം വിഷ്ണുദാസിൻ്റെ കമ്പനിയിൽ നിന്ന് ബോട്ട്സിൻ ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം റോയിയുടെ കമ്പനി തന്നെ റോയി റായ്ചന്ദ് ചൗധരിയുടെ കമ്പനിയിൽ ബോട്ട്സിൻ ചെയ്ത് സണ്ണിയാണുള്ളത്. കഴിഞ്ഞ 3 വർഷവും സണ്ണി തന്നെയാണ് റോയിയുടെ കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്തിട്ട് നിന്നിട്ടുള്ളത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു കാലുമാറ്റം എന്തിനാണെന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. തുറന്നു പറയുകയാണെങ്കിൽ അത് ഞങ്ങളുടെ കാര്യമല്ല. ബട്ട് ഇപ്രാവശ്യം റോയിയുടെ കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്ത് ആരാണ് നിൽക്കാൻ പോകുന്നതെന്ന് അറിയാനാണ് നമ്മളിപ്പോൾ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ബിക്കോസ് ഡേറ്റുകളും അടുത്തു. ഇനി 2 ദിവസം പോലും ഇല്ല. നാളെയാണ് കോമ്പറ്റീഷൻ. ഇതുവരെ ഒരു മുന്നറിയിപ്പും കിട്ടാത്തതുകൊണ്ടാണ് റോയിയുടെ ഭാഗത്ത് നിന്ന് 2 കൂട്ടരെയും ഇവിടെ വിളിച്ചു വരുത്തിയത്. അപ്പം ഞാൻ പറയാം. മാഡം, ഹായ് എവ്രി വൺ. ആക്ച്വലി ഇത് ഞങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു തിരിച്ചടിയായിപ്പോയി. ഞാൻ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? മാഡം പറഞ്ഞ പോലെ എന്തിനാണ് ഇങ്ങനൊരു പെട്ടെന്ന്, അതും ഈ ഒരു അടുത്ത എല്ലാ കോമ്പറ്റീഷനൊക്കെ അടുത്ത സമയത്ത് തന്നെ ഇങ്ങനൊരു കാലുമാറ്റം എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് സണ്ണിക്ക് മാത്രമേ അറിയാവൂ. അത് ഒരാളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞങ്ങളുമായിട്ടുള്ള എഗ്രിമെൻറ്റ് സണ്ണിയുടേത് കഴിഞ്ഞ വർഷം തന്നെ തീർന്നതാണ്. ഇപ്പോൾ എഗ്രിമെൻറ്റ് പുതുക്കുകയോ അങ്ങനെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സണ്ണി കാലുമാറിയതിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കോ ഒപ്പയ്ക്കോ ഞങ്ങളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനി റെപ്രസെൻ്റ് ചെയ്ത് കമ്പനി ഓണേഴ്സായിട്ടുള്ള ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് നിങ്ങൾ അടുത്തൊരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് കുറച്ച് സമയം നീട്ടി ചോദിക്കാനും കൂടിയാണ് ഞാനും അപ്പയും ഇപ്പം ഇങ്ങോട്ട് വന്നത്. ലുക്ക് മിസ്റ്റർ ഋഷി ശർമ്മ, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല. നിങ്ങൾ 2 കമ്പനിയും നിലപാടിൻ്റെയും ഉയർച്ചയുടെയും കാര്യത്തിൽ ഒരുപോലെ നിൽക്കുന്നതുകൊണ്ടാണ് കോർട്ടിൽ നിന്ന് ഇങ്ങനൊരു ഒബ്ജക്ഷൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ 2 കമ്പനിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്ത്. ഇത് ഗവൺമെൻറ്റിൻ്റെ, അതായത് സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്.
ഇങ്ങനൊരു പ്രോജക്റ്റ് എല്ലാ വർഷവും നമുക്ക് കിട്ടുന്നതാണ്. കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് അത് റായ്ചാന്ദ് ചൗധരി ഗ്രൂപ്പ്സിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്രാവശ്യം ഇങ്ങനൊരു തിരിമറി വന്നതിന് ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ ടൈം ഈസ് അപ്പ്. ഐ എം സോറി. ശങ്കർ, വെയിറ്റ്. റോയി, എനിക്കറിയാടോ. ഐ മീൻ പേഴ്സണലി എനിക്ക് തന്നെ നന്നായി അറിയാമെന്നുള്ളത് കൊണ്ട് ആ ഒരു രീതി സംസാരിക്കാം. തൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങൾക്ക് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. ബിക്കോസ് നിങ്ങളെ 2 കമ്പനിയുടെയും ഗവൺമെൻറ് പ്രോജക്റ്റുകളുടെ ചുമതല ആരുടെ തോളിൽ വെച്ച് കൊടുക്കണമെന്നുള്ള ചുമതല ഞങ്ങൾക്കാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ നിന്ന് കോമ്പറ്റീഷൻ നടത്തി ജയിക്കുന്ന ഏത് കമ്പനിയാണോ ആ കമ്പനിക്കായിരിക്കും പ്രോജക്റ്റ് പോകുന്നത്. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഗവൺമെൻറ് ലാസ്റ്റ് തന്നിരിക്കുന്ന ഡേറ്റ് നാളെയാണ്. ആ ഡേറ്റും കഴിയാറായ സ്ഥിതിക്ക് ഞങ്ങൾക്ക് നല്ല പ്രഷറുണ്ട്. ഇതുവരെ തീരുമാനമായില്ലേന്ന്. തനിക്കറിയാലോ, നാളെ കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം 5 മണിക്കകത്ത് തന്നെ ഏത് കമ്പനിയാണ് പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും പ്രൂഫ്സും ഞങ്ങൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ മേശപ്പുറത്ത് എത്തിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ പണി പോകും. മോളിൽ നിന്നുള്ള പ്രഷർ കാരണമാണ് പറയുന്നത്. നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് ആരും ഇറങ്ങുന്നില്ല എങ്കിൽ ഇത് വിഷ്ണുദാസിന് തന്നെ കൊടുക്കാം. കാരണം ഗവൺമെൻറ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന 2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് നിങ്ങൾ 2 പേരുമാണ്. ഒന്ന് റായ്ചന്ദ് ഗ്രൂപ്പ്സും ഒന്ന് പൂർണിമ ബിൽഡേഴ്സും. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ഒരാളത് ഏറ്റെടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനം കാണത്തുള്ളൂ. മിസ്റ്റർ ആൽബർട്ട്, നിങ്ങളുടെയും ആ ഇരിക്കുന്ന റോയി എന്ന് പറഞ്ഞ ആളുടെയും ആത്മബന്ധവും സൗഹൃദവും അല്ല ഇവിടെ വില തൂക്കേണ്ടത്, കഴിവാണ്. ഈ നിൽക്കുന്ന സണ്ണി, ഇപ്പുറം ചാടിയനെ കുറിച്ച് കുറച്ചു മുമ്പ് ഇവിടെ എല്ലാവരും കിടന്ന് പറയുന്നുണ്ടായിരുന്നു. അതെങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതെൻ്റെ കഴിവും ആവാം. എനിവേ, ഏതായാലും റായ്ചന്ദ് ഗ്രൂപ്പ്സിൽ നിന്ന് ആരും ഇറങ്ങാത്ത സ്ഥിതിക്ക് ഈ പ്രോജക്റ്റ് എനിക്ക് തന്നെ അർഹതപ്പെട്ടതാണ്. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് അവർ ഞെളിയല്ലേ, ഈ കൊല്ലം ഞാനൊന്ന് ഞെളിഞ്ഞിട്ടെ. ദാറ്റ്സ് റൈറ്റ് മിസ്റ്റർ വിഷ്ണുദാസ്. കഴിവുകൊണ്ട് തന്നെയാണ് റോയി റായ്ചന്ദ് ഇത്രയും നാളും ഇതെല്ലാം നേടിയത്. പിന്നെ അദ്ദേഹം ഇപ്പം തല ഉനിച്ചിരിക്കുന്നതാണ് താൻ ഉദ്ദേശിച്ചതെങ്കിൽ താങ്കൾക്ക് തെറ്റി. ഈ നിൽക്കുന്നവൻ ഒറ്റയിരുന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രോജക്റ്റും അദ്ദേഹം തന്നെ കൊണ്ടുപോയേനെ. താങ്കൾ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ 4-5 വർഷത്തെ കണക്ക്. ആ 4-5 വർഷവും വെറുതെ വന്ന് കൈക്കൂലി തന്നോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും വിലക്കെടുത്തിട്ടോ അല്ല അദ്ദേഹം ജയിച്ചത്. അടിച്ച് തോപ്പിച്ചിട്ട് തന്നെയാണ്. ഇപ്പോഴും നിങ്ങൾ കാണിച്ചത് ചിലപ്പോൾ കൈക്കൂലി കളിയായിരിക്കാം. പക്ഷേ അപ്പുറത്ത് അടിക്കാൻ ആളില്ലെന്നുള്ള നിങ്ങളുടെ ഈ ധൈര്യം, ഓവർ കോൺഫിഡൻസ്, ദാറ്റ്സ് ഗ്രേറ്റ്. ആ ധൈര്യം നിങ്ങളെ രക്ഷിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. സ്റ്റെല്ല, ഗൈസ് റിലാക്സ് എവരിവൺ. എനിക്കിപ്പോൾ ഇത് പൂർണിമ ബിൽഡേഴ്സിന് പോകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ബിക്കോസ് പൂർണിമ, ഷീസ് മൈ ഫ്രണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പലരും എൻ്റെ സുഹൃത്തുക്കളാണ് ഇന്നും. അവർക്ക് ഞാൻ ആ ഒരു കാഴ്ചപ്പാടിലല്ലെങ്കിലും എനിക്കിന്നും അവരെൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ആ ഒരു നിലപാടിൽ നിന്നോ ആ ഒരു നിലയിൽ നിന്നോ ഞാൻ അവരെ ഇതുവരെ മാറ്റുകയോ തുടച്ചു നീക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനൊരു വിഷമോ സങ്കടമോ ഒന്നുമില്ല. പിന്നെ സണ്ണി അപ്പുറത്ത് പോയതിനെ കുറിച്ചാണെങ്കിൽ അത് എൻ്റെ മകൻ പറഞ്ഞല്ലോ, ഋഷി പറഞ്ഞതുപോലെ അത് അവൻ്റെ ഒപ്പീനിയനാണ്. ഞങ്ങളുമായിട്ടുള്ള എഗ്രിമെന്റ് കഴിഞ്ഞു. അവൻ അപ്പുറത്ത് നിൽക്കണമെന്ന് തോന്നി അവൻ പോയി. അവനെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. അല്ലെങ്കിലും ഈ ഇരിക്കുന്ന റോയി റായ്ചന്ദ് കുറ്റപ്പെടുത്തിയാലും ഇവിടെ ആർക്കും ഏൽക്കാൻ പോകുന്നില്ല. അവനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവാ, നിന്റെ കഴിവ് കേടും. അത്രയും നീ അങ്ങ് വിചാരിച്ചാൽ മതി. നീ ഇപ്പം എൻ്റെ മുമ്പ് ഈ തല കുനിച്ചിരിക്കുന്നില്ലേ, അതാ എനിക്ക് വേണ്ടത്. ലൈഫ് ലോങ് എല്ലായിടത്തും നിന്നെ തോപ്പിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. അതുകൊണ്ട് സന്തോഷിക്കാനാ എനിക്കിഷ്ടം, അല്ലാതെ ബിസിനസ് മണ്ടേ കയറാനൊന്നും അല്ല. റായ്ചന്ദ് ചൗധരി, മനസ്സിലായോ നിനക്ക്? എൻ്റെ പൊന്നച്ഛ, ഇത് മിണ്ടാതിരിക്കും. ഞാൻ അച്ഛനോട് എന്ത് പറഞ്ഞിട്ടാ കൊണ്ടുവന്നേ? വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. അതിന് ഞാൻ ചത്താലല്ലേ വിഷ്ണു സാറേ നടക്കത്തുള്ളൂ. ഞാനിവിടെ മല പോലെ ജീവനോടെ നിൽക്കുമ്പോൾ സാർ എങ്ങനെയാ സാറേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുന്നത്? ഓഫീസിൽ നിന്ന് ഇറങ്ങി. സെറ്റ്. വരുന്നു എന്റെ കാല്. ഈ തന്തപ്പടിയോട് ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന്. ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ?
എന്റെ ദൈവമേ, ഇവന്റെ തല്ലുകൊണ്ട് തീരാനാണല്ലോ എന്റെ ജീവിതം. കൂടെ നിന്നിട്ട് ഊമ്പിത്തരം കാണിക്കുന്നോടാ മൈരൻ്റെ മോനെ. എന്തും ഞാൻ ക്ഷമിക്കും, പക്ഷെ നീ ഇപ്പോൾ കാണിച്ച ഈ പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ ക്ഷമിക്കത്തില്ല. എൻ്റെ തന്ത പറഞ്ഞോടാ നീ ഇവിടെ ജീവനോടെ നിൽക്കുന്നത് കേട്ടോ പോനെ പൊലയാടി മോനെ. ഐ എം റിയലി സോറി ഗൈസ്, ഇങ്ങനൊരു സീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഇതെങ്കിലും കൊടുത്തില്ലെങ്കിൽ റായ്ചന്ദ് ഫാമിലിക്കകത്തിരിക്കുന്നവന്മാരൊക്കെ വെറും അങ്ങ് ഉണ്ണാക്കന്മാരാണെന്ന് ഇവിടെ ചിലർ വിചാരിക്കും. അതുകൊണ്ടാണ്. ഫൈൻ, എൻ്റെ അപ്പ ഇങ്ങനെ തലവനിച്ചിരിക്കുന്നതിൻ്റെ കാരണമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്നും ഇവിടെ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ സംസാരിച്ചതെന്നൊക്കെ അവിടെ നീ വരുന്ന വഴി മുഴുവൻ ഞാൻ കേട്ടോണ്ടായിരുന്നേ കാറിൽ വെച്ച്. സോ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇറങ്ങാനായി ആരുമില്ല. ബോട്ട്സിങ് ആരുമില്ല എന്ന് നിങ്ങൾ 4-5 പേരങ്ങിരുന്ന് തീരുമാനിച്ചാൽ മതിയോ? എൻ്റെ അപ്പ ഇതുവരെ ആളില്ല എന്ന് പറഞ്ഞിട്ടില്ല. കുറച്ച് സമയം വേണമെന്ന് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് നൗ ഐ എം ഹിയർ. ഐ എം ഇഗാഷ് റായ്ചന്ദ് ചൗധരി. അറിയായിരിക്കുമല്ലോ, ഞങ്ങളുടെ കമ്പനിയുടെ നിലവിലെ CEO ഞാനാണ്. സോ ഞാൻ പറയുക, ഞങ്ങളുടെ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇറങ്ങാൻ ആളുണ്ട്. നാളെ റിങ്ങിൽ ആൾ കയറുകയും ചെയ്യും. അതാരാ എന്താണെന്നൊന്നും ഇവിടെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി വേറെ ചർച്ചകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നാളെ കോമ്പറ്റീഷന് കാണാം എല്ലാവരും. അപ്പാ എണീറ്റ് വാ. അന്ന് കുനിഞ്ഞിരിക്കുക. പിന്നെ വിഷ്ണുദാസ് സാറിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് തിന്ന് ദഹിക്കുന്നതിന് മുമ്പേ വീട് പറ്റാൻ നോക്ക്, ഇല്ലെങ്കിൽ എല്ലിൻ്റെ ഇടയിൽ കയറും. എൻ്റെ മമ്മയുടെ മോന്തയായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ പപ്പയെ പറഞ്ഞ എല്ലാത്തിനും ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞേനെ. ഈ തന്നത് തനിക്കാ തരേണ്ടത്, എന്നെ കൊടുത്ത് പറയിപ്പിക്കരുത്. അപ്പം വന്നേ. എടാ 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 കിളിന്ത് തീർക്കാം, അല്ലെങ്കിൽ ഈ നാശം പിടിച്ച ചെറുക്കനെ എനിക്ക് കൊണ്ടുപോകാം. എൻ്റെ പെങ്ങളെ കൊന്നിട്ടപ്പം ഞെളിച്ച് നിൽക്കുവോ? നീ വന്നേ. അവനെ ഞാനിന്ന് അച്ഛ, എൻ്റെ പൊന്നച്ഛ നിൽക്കും. റിയലി സോറി ഗൈസ്. ഓക്കെ ബൈ. ഇത് അടി എരുന്ന് വാങ്ങുവാണല്ലോ ഈ തന്തപ്പടി. അച്ഛാ, ഇത് അറ്റ് ലാസ്റ്റ് നമുക്ക് പണിയാവോ സാറേ? അല്ല, പ്രോജക്റ്റുമായിട്ട് ബാധിക്കപ്പെടുമോ ഈ വഴക്കുവടിയൊക്കെ? ഏയ് അതോർത്ത് താൻ പേടിക്കണ്ട. അവർ രണ്ടുപേരും എങ്ങനെയൊക്കെ അടിയുണ്ടാക്കിയാലും അത് അവർ ചെയ്യുന്ന ഡ്യൂട്ടീസിനോ അല്ലെങ്കിൽ മൂന്നാമതൊരാൾക്കോ ബാധിക്കത്തില്ല. അവരുടെ ആ 2 ഫാമിലിക്കകത്ത് തന്നെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ ധൈര്യമായിട്ടിരിക്കാം. നീ എന്തിനാടാ ഇകാശ്മാനെ അവൻ അങ്ങനെയൊക്കെ വിളിച്ച് പറയാൻ പോയത്? അവനത് വിഷമായി കാണും. അവൻ്റെ ദേഷ്യം കൊണ്ടല്ലേ ഓരോന്ന് വിളിച്ച് പറയുന്നേ. നമ്മളല്ല അവൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടേ. പെട്ടെന്നൊരു ഒറ്റയ്ക്കാവുമ്പോൾ കൂടെ പറപ്പൊക്കെ പോകുമ്പോൾ അതിൻ്റെ വിഷമം അനുഭവിച്ചാലേ അറിയാവൂ.
നീ കുറച്ച് ഓവറായിപ്പോയി. അത്രയൊന്നും പറയണ്ടായിരുന്നടാ. അപ്പാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പിന്നെ ഞാൻ വാക്യത്ത് കൊളുക്കട്ടം കയറ്റി വെച്ചിട്ട് മിണ്ടാതെ നിൽക്കണമായിരുന്നു അയാൾ പറയുന്നതെല്ലാം കേട്ടിട്ട്. എൻ്റെ സ്ഥാനത്ത് അങ്ങേരുടെ ഏതെങ്കിലും മക്കളായിരുന്നെങ്കിൽ അവരും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കും. പിന്നെ എൻ്റെ പ്രതികരണ ശേഷി ഇത്തിരി കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഓവറായിട്ട് പ്രതികരിച്ചു, അത്രേ ഉള്ളൂ. അപ്പം എന്താ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരരുത് എൻ്റെ അടുത്ത് ഇനി. ഞാൻ ജനിച്ചിട്ടേ 10-26 കൊല്ലമായി. കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാ. എന്നോടും ഒപ്പനോട് മാത്രം ഒരു തരം വെറുപ്പ്, ദേഷ്യം അങ്ങേർക്ക്. സഹിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. എൻ്റെ ലിമിറ്റൊക്കെ തീർന്നു. അപ്പം പോട്ടെ എന്ന് പറയാൻ തുടങ്ങിയൊരു വർഷം കുറേ ആയല്ലോ. അറിവ് വെച്ച കാലം തൊട്ട് കാണുന്നതാ. ഇനിയില്ല, ഇനി എനിക്കും വാശിയാ, അയാളെ പോലെ തന്നെ. ആ വാശിയൊക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു. അല്ല, നീ നേരെ ഓഫീസിലോട്ടാണോ അതോ വീട്ടിലോട്ടാണോ? അല്ല, 2 കാറില്ലേ? ഞാൻ പോയി കാർ എടുത്തോണ്ടോട്ടേപ്പാ. ഞാൻ ഓഫീസിലോട്ടാ. എനിക്ക് വീട്ടിൽ വരാൻ നേരമില്ല. എനിക്കവിടെ ഒരു കുന്ന് പണി കിടക്കുക. അതെല്ലാം കളഞ്ഞിട്ടാ. എനിക്കറിയാം ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഓടിപ്പറിച്ച് വന്നത്. നീയൊന്നും മിണ്ടത്തില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഋഷി. ബാക്കിയത് പഴവല്ലേ, വാ തുറക്കത്തില്ല. ആരോട് പറയേ? ഇനി എന്റെ മണ്ടയ്ക്ക് കയറ്. നീ വരുമെന്ന് എനിക്ക് അറിയാമല്ലോ, പിന്നെ ഞാനെന്തിനാ ഇനി മിണ്ടുന്നേ? നീ കാറിൽ നീ കോള് കട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ നീ ഇവിടെ എത്തൂന്ന്. പിന്നെ ഞാനെന്തിനാ ഇനി പ്രത്യേകിച്ച് സംസാരിക്കുന്നേ? അപ്പൊ എന്നാ ഞാൻ പോയി കാർ എടുത്തിട്ടിടാം. ഇനി ഞാൻ ഇവിടെ നിന്ന് ഹേവൻ ചിലപ്പോ എന്നെ തല്ലിക്കൊല്ലും. എന്റെ കുഞ്ഞെ, നിന്റെ ദേഷ്യത്തി കുറയ്ക്ക്. എന്നാലും നിനക്ക് ആരെ ദേഷ്യമാ കിട്ടിയിരിക്കുന്നേ? തൊട്ടേനും പിടിച്ചതിന് കടിച്ചേർ തിന്നാനല്ലേ നിൽക്കുന്നേ? അതെനിക്കെങ്ങനെ അറിയാം? ഉണ്ടാക്കിയ നിങ്ങൾക്കറിയില്ലെങ്കിൽ എന്നോടാ ചോദിക്കുന്നേ. വാ. അപ്പനും മോനും ഒന്ന് അവിടെ നിന്നേ. വിഷ്ണു, നീ വഴക്കിനാ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കിപ്പോ അതിനൊട്ടും താല്പര്യമില്ല. നീ പോ. നമുക്ക് പിന്നോടൊരു ദിവസം നമുക്ക് 2 പേർക്കും മാത്രമായിട്ട് സംസാരിക്കാം. ചെല്ല്. അതെങ്ങനെയാ റോയി ഞാനും നീ മാത്രമായിട്ട് സംസാരിക്കുന്നേ? കുറച്ചു മുമ്പ് അകത്തുനിന്ന് എന്നെ ചെരച്ചിട്ട് വന്നത് നിന്റെ മോനല്ലേ? അന്നേരം അവനും കൂടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചാൽ മതി. അല്ലാതെ ഒറ്റയ്ക്കൊക്കെ ഉണ്ടാകൊക്കെ പണ്ട്. വിഷ്ണു, ഞാൻ പറയുന്നെത്തി, നീ കേക്ക്. ചെല്ല്. അപ്പം ഉണ്ടായി എന്താ ഇയാൾക്ക് പറയാനുള്ളത്? പറ. ഞാൻ കേൾക്കാം, അപ്പനും കേൾക്കും. ഇവിടെ നിൽക്കാം ഞങ്ങള്. പറ. നിനക്കില്ലാത്തൊരു സാധനം നിന്റെ മോനുണ്ട്. എന്താണെന്നറിയോ? ബുദ്ധി. പറയാം. ത്രിലോകയ, നീ പോയി കാർ എടുത്തോണ്ടോ? ചെല്ല്. ഞാൻ എവരോടൊന്ന് സംസാരിക്കട്ടെ. അച്ഛാ, എന്തിനാച്ചാ വെറുതെ? നമുക്ക് പോവാം. നമ്മൾ അകത്തുനിന്ന് സംസാരിച്ചല്ലോ. നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പായല്ലോ അച്ഛാ. പിന്നെന്താ? വാ, നീ പോയി കാർ എടുത്തോണ്ടോ. ഞാൻ പറയുന്നത് കേട്ടാ മതി. ചെല്ല്. അച്ഛൻ പറയുന്ന കേട്ടി തന്നെ ഉള്ള കാലം ജീവിച്ചോ. എൻ്റെ ചേട്ടനെ കെട്ടിയെന്നുള്ള സോഫ്റ്റ് കോർണറൊന്നും ഞങ്ങളോട് കാണിക്കണ്ട. ചെന്നോ. ഇനി താൻ പറ, തനിക്ക് എന്താടോ വേണ്ടേ? എന്തുണ്ടാക്കാനാ ഞങ്ങളെ ഈ വഴി പിടിച്ച് നിർത്തിയിരിക്കുന്നേ? ഇകാശേ, മോനെ നീ അടങ്ങ്. വിഷ്ണു, നീ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പറയാം. പെട്ടെന്ന് എന്നെ പറയാം. അത് പറയാൻ എനിക്കൊരു മടിയുമില്ല. റോയി റായ്ചന്ദ് ചൗധരി, ഇത്രയും കാലം നിനക്കിട്ട് പണിതൊന്നും ഏറ്റിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. മേ ബി എൻ്റെ അനിയത്തിയുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം. അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഈ നിൽക്കുന്ന നാശം പിടിച്ച സന്തതിനെ, അവളുടെ തലവിധി, അല്ലാതെ എന്ത് ചെയ്യാൻ? അതൊക്കെ പോട്ടെ. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, നീക്കിനി ഏവനേക്ക് ഇറക്കിയാലും ഇന്ത്യയുടെ നമ്പർ 1 ബോക്സറാ സണ്ണി. അവനെ ഇത്രയും നാളെ നീയൊക്കെ അടങ്കലെടുത്ത് വെച്ചേക്കായിരുന്നല്ലോ. ഇപ്പോൾ അവൻ എൻ്റെ കസ്റ്റഡിയിലാണ്. അതായത് എൻ്റെ കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്താ അവൻ ബോക്സിംഗ് കോർട്ടിലോട്ട് കയറാൻ പോകുന്നത്. അന്നേരം നീ ഇറക്കാൻ പോകുന്ന നീ അതാരായാലും അവൻ്റെ മുമ്പിൽ തോക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡീല് എനിക്ക് തന്നെ കിട്ടുന്ന ആളെ. അന്നേരം എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഈ ഡീല് മാത്രം പോരാ. എനിക്ക് നീ എവിടെയെങ്കിലും കൊച്ചാവുന്നതും കൂടെ കാണണം. അതെൻ്റെ വാശിയാണ്. ആ വാശി വിട്ട് വേറൊരു കളിയുമില്ല. ഈ മോഹവും വാശിയൊക്കെ നല്ലതാ, പക്ഷെ അത് അധികമായാലുള്ള അവസ്ഥയൊക്കെ അറിയാമല്ലോ അല്ലേ? ഫൈൻ. എന്താ
ഇനി എന്താ തനിക്ക് പറയാനുള്ളത്? ഇത്രേ ഉള്ളോ അതോ ഈ വാശിപ്പുറത്ത് ഇനി വേറെ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ എഴുന്നള്ളിച്ചാൽ എനിക്കും എൻ്റെ പപ്പയ്ക്കും പോവായിരുന്നു. പറയട്ടെ, തീർന്നില്ലല്ലോ. അതായത് ഇതൊരു ബെറ്റാ, അതായത് ഒരു വെല്ലുവിളി എന്ന് വേണമെങ്കിലും വെക്കാം. ഈ ബെറ്റ് വിളിക്കാൻ പോകുന്ന ഞാനാ, വിഷ്ണുദാസ്, വൈകുണ്ഠത്തെ വിഷ്ണുദാസ്. എൻ്റെ പാരമ്പര്യം അനുസരിച്ച് പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവനല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ബെറ്റ് വിളിക്കുന്നത് ഞാൻ എൻ്റേതായ ഓവർ കോൺഫിഡൻസ് കൊണ്ടോ ഇനി മറ്റെന്തെങ്കിലും കൊണ്ടാണെന്ന് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം വേറൊന്നുമില്ല. ഇനി ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാ. എന്നാലും പറയാം, ഞാനാണ് ഈ മത്സരത്തിൽ ജയിക്കുന്നതെങ്കിൽ, അതായത് ഞാൻ ഇറക്കുന്ന ആളാണ് ഈ ബോക്സിംഗ് കോമ്പറ്റീഷൻ ജയിക്കുന്നതെങ്കിൽ, എനിക്ക് വേണ്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ ഡീല് മാത്രമല്ല. അടുത്ത ഒരു മാസം, അതായത് അടുത്ത ഒരു മാസം എന്ന് പറയുമ്പോൾ 31 ഡേയ്സ് നിന്റെ ഒരു മകൻ അത് ഈ നിൽക്കുന്നതോ ആവാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഒന്നല്ലാണ്ട് വേറൊന്നുണ്ടല്ലോ അതും ആവാം, അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് പോയ നിന്റെ വളർത്തു മകനുണ്ടല്ലോ അവനും ആകാം. അതൊക്കെ നിന്റെ ഇഷ്ടം. ഇവനായ എനിക്ക് അത്രയും നല്ലത്. എൻ്റെ വീട്ടിൽ വെറും ഒരു വേലക്കാരനായി ആ ഒരു മാസം അവിടെ വേണം. പറ്റുമോ നിനക്ക്? അല്ലെങ്കിൽ ധൈര്യമുണ്ടോ നിനക്ക് ഈ ബെറ്റ് സ്വീകരിക്കാൻ? വിഷ്ണു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ പോയേ. കൊച്ചു പിള്ളേരെ പോലെ ബെറ്റവൻ്റെ. നീ പോവാൻ നോക്ക് മോനെ, നീ വാ. വേണ്ട, നിൽക്കപ്പാ. ഫൈൻ, ഞാൻ ഈ ബെറ്റ് അക്സെപ്റ്റ് ചെയ്യുക, കണ്ണും പൂട്ടി. കാരണം നിങ്ങളുടെ ഈ ഓവർ കോൺഫിഡൻസ്, പിന്നെ അതായത് എനിക്ക് എന്നിൽ തന്നെ ഉള്ള ഒരു വിശ്വാസമുണ്ട്, അതും. ഇതിൽ രണ്ടിൽ ഏത് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഇനി മറിച്ച് ഞങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പറഞ്ഞ വാക്കിന് വില കാണിക്കുന്ന കുടുംബമോ വൈകുണ്ഠമെന്ന്. നിങ്ങളാണ് ജയിക്കുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തും വിഷ്ണുദാസൻ ചെയ്യും. അതെൻ്റെ വാക്കാം. നീ പറ, നീയാണ് ജയിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിന്റെ തൊന്തയാണ് ജയിക്കുന്നെങ്കിൽ എന്താ വേണ്ടേ? അങ്ങനെ വലുതായിട്ട് ചിന്തിക്കാനൊന്നും നിങ്ങളുടെ അത്ര കുരുട്ട് ബുദ്ധിയും കുതന്ത്രമൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് പറയാം. നിങ്ങൾ പറഞ്ഞു തന്നെ മതി. ഇനി എങ്ങാനും ഞാനാണ് ജയിക്കുന്നതെങ്കിൽ എൻ്റെ വീട്ടിൽ വേണം നിങ്ങളുടെ ഒരു മകൻ, എൻ്റെ വീട്ടിലെ വെറും വേലക്കാരനായിട്ട്. ഏതായാലും എൻ്റെ ചേട്ടൻ്റെ ഭർത്താവിനെ അങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന് വിചാരിക്കണ്ട. അങ്ങനെ സ്വന്തം സഹോദരൻ്റെ കെട്ടിയവനായിട്ട് ദ്രോഹിക്കാൻ ഇത്തിരി മനുഷ്യപ്പറ്റ എനിക്കുണ്ട്. അത് നടക്കത്തില്ല. അവനോട് മിണ്ടിയിട്ടില്ലെങ്കിലും അവന് വേദനിച്ചാ എനിക്കും വേദനിക്കും. വേറൊരുത്തനുണ്ടല്ലോ അല്ലേ, കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. അവനെ അങ്ങോട്ട് വിട്ടാൽ മതി. പറഞ്ഞ വാക്ക് പാലിച്ചില്ല, അവ അങ്ങോട്ട് വന്നില്ല വച്ച ഇകാശ് അങ്ങ് വരും വൈകുണ്ഠത്തിലോട്ട്. ഓർത്തു വച്ചോ. വിഷ്ണു മോനെ, വിഷ്ണു നിനക്കിത് എന്തിൻ്റെയൊക്കെയാടാ? എന്നോടുള്ള ദേഷ്യം ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ തീർത്തോ? നീ തല്ലിക്കോ, കൊന്നോ, എന്ത് വേണോ ചെയ്തോ? എന്തിന് ഇങ്ങനൊരു സീന്? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലടാ ചേറ്റേ. അതിന് നിന്റെ രക്തത്തിൽ പിറന്നൊരു കൂടപ്പുറത്ത് ചാവണം. മഹിമ അവളെൻ്റെ ജീവനായിരുന്നടാ. അവളെ കൊന്ന ശൈത്താനാ പോയ ജന്മം. നിന്നെക്കാൾ ശത്രുത എനിക്ക് അവനോടാ. അത് നീ മറക്കണ്ട. മാറും. എൻ്റെ ദൈവമേ, ഞാൻ പൂർണിമയോട് എന്തു പറയും? ഈ ചെറുക്കനും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഇവനും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടാനാണല്ലോ എൻ്റെ അവളെയും വിധി. അരമണിക്കൂറായി എന്നോട് പിടിച്ചു നിർത്തിയിട്ടു. എന്താ കാര്യമൊന്നും ഇതുവരെ പറഞ്ഞില്ല? ആരു ഹാപ്പിയാണോ അവിടെ? നിന്റെ അച്ഛൻ അരുന ഒന്നും ചെയ്യുന്നില്ലല്ലോ?
അങ്ങനെ ചെയ്ത ഓ അങ്ങനെ ചെയ്താൽ കൊന്നു കളയുന്നതായിരിക്കും. കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് കേൾക്കാൻ തുടങ്ങിയതാ. ഇത് ഈ പോക്കാണെങ്കിൽ നിൽക്കത്തില്ല. അവനെന്തോ കുഴപ്പം? അവൻ ഹാപ്പിയാ. എൻ്റെ അച്ഛൻ എന്ത് ചെയ്യാൻ? അവനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് അച്ഛൻ എന്നെ തൊടണം. നിന്നെ തൊടുന്ന കാര്യമൊക്കെ പറയേണ്ട കാര്യമാണോ? ഞങ്ങൾ കാണുന്നില്ലേ, അതൊക്കെ വൻ കോമഡിയല്ലേ. ഇരിക്കടാ ഇരിക്കും, മുള്ളടാ മുള്ളും തൂ. ആ ഞാൻ പറയുന്നില്ല. എൻ്റെ അനിയനാരെങ്കിലും തൊട്ടാ ആ പിന്നെ ഞാനായിരിക്കില്ല വരുന്നത്, വരേണ്ടവരായിരിക്കും. ഓർത്ത് വെച്ചാൽ കൊള്ളാം. എന്നാ ശരി. ആ പിന്നൊരു കാര്യം കൂടെ, എൻ്റെ അനിയനോട് പോയി പറയാനും നിൽക്കരുത് ഞാനിങ്ങനെയൊക്കെ ചോദിച്ചെന്നു. ശരി എന്നാ പോക്കോ. ഓ സ്ഥിരം പല്ലവി തന്നെ, പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അവനങ്ങ് പോയി. ഇപ്പൊ ഞാനാരേ? ഓ ഇവനെയൊക്കെ പിടിച്ച് ജീവിക്കേണ്ട അവസ്ഥ. ഓ നീ പറഞ്ഞ പിന്നെ ഞാൻ അവനോടൊന്നും പറയത്തില്ലല്ലോ. അവൻ 2 ഉമ്മ വരുമ്പോ ഞാൻ അവനോട് പയറുപോലെ പറഞ്ഞു കൊടുക്കും. പോടാ പോയാ പോയി പോടാ പട്ടി. എനിക്ക് പേടി വണ്ടിയുടെ